മറന്നേക്കൂ. ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ നമ്മുടെ തലമുടി എത്ര നരച്ച മുടിയാണേലും കട്ടക്കറുപ്പാവും, കാക്ക കറുപ്പാവും. അതെങ്ങനെയാവുന്ന കണ്ടു നോക്കും. നമുക്ക് നമ്മുടെ മുടി നിഷ്പ്രയാസം മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് മുടി കട്ടക്കറുപ്പാക്കാൻ പറ്റും. അതിനായിട്ട് വലിച്ചെറിഞ്ഞ് അറിയുന്ന കുറച്ച് കഞ്ഞിവെള്ളം ഈ കുറച്ച് സൂത്രങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി കട്ടക്കറുപ്പാവും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിനായിട്ട് മെയിനായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം കണ്ടുവരുന്നതാണ് പനിക്കൂർക്കയില അല്ലേ. അപ്പോൾ ഈ പനിക്കൂർക്കയിലയും കൊണ്ടുള്ള അടിപൊളി ഒരു ഹെയർ ഡേ ആണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചേ ഇവിടെ എടുത്തിട്ടുള്ളൂ. എൻ്റെ മുടി അധികം നരച്ചിട്ടില്ല, ഉള്ള നരയെന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5-6 ഇല ഉണ്ടായത്, എൻ്റെ കൂടെ 2-3 ഇലയും കൂടെ ഞാൻ എടുത്തിടുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് ജാറിലിട്ട് എടുക്കുമ്പോൾ ഇത് അതിൻ്റെ നീരെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അതാണ് കുറച്ചുകൂടി ഇട്ടത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒരു തുള്ളി വെള്ളത്തോട് ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിയിട്ട് അരച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടികല്ലിൽ വെച്ച് ചതച്ചിട്ട് അതിൻ്റെ നീരൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നീരിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിനായിട്ട് എപ്പോൾ എടുത്താലും ഡൈ ചെയ്യാൻ എപ്പോൾ എടുത്താലും ഇരുമ്പ് ചട്ടി മാത്രമേ എടുക്കുക, അല്ലാതെ നമ്മൾ അലുമിനിയമോ സ്റ്റീൽ പാത്രമോ ഒന്നും എടുക്കാൻ പാടില്ല. ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർ സ്റ്റീൽ പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് നല്ല ആണി ഉണ്ടല്ലോ, ആണി ഒന്ന് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറായിട്ട് ഇത് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് നെല്ലിക്ക ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് പനിക്കൂർക്കലയുടെ കൂടെ അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ ഫ്രഷ് ആയിട്ട് ഇല്ലാത്തത് കാരണം ഞാൻ നെല്ലിക്കയുടെ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി 1 ടീസ്പൂണോളം നെല്ലിക്കാപ്പൊടിയും കൂടെ ആ പനിക്കൂർക്കയുടെ നീരിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേയില വെള്ളമോ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളമാണ്. അത് പുളിയൊന്നുമില്ലാത്ത നമ്മൾ രാവിലെ വടിച്ച് എടുക്കുന്ന ആ ചോറ് വടിക്കുന്ന ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലേ, അതാണ് വേണ്ടത്. തലേന്നത്തെ കഞ്ഞിവെള്ളം ഒന്നും എടുക്കരുത്. അതുമാത്രമല്ല, നല്ല കട്ടയ്ക്കിരിക്കുന്ന കഞ്ഞിവെള്ളം എടുക്കാൻ പാടില്ല. നല്ല തെളിനീരുണ്ടല്ലോ, കഞ്ഞി വടിച്ച് ആ തെളിനീര് പോലത്തെ കഞ്ഞിവെള്ളം വേണം നമുക്കിവിടെ എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങളുടെ മുടി എത്ര നിറച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം ഈ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനും. ഒരുപാട് വെള്ളമൊന്നും കൂടിപ്പോയാൽ അതിനനുസരിച്ച് ഈ സാധനം നമ്മൾ എടുക്കുന്ന സാധനം കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പം മുടി ഞാൻ ഇപ്പോൾ കുറച്ച് നിറച്ചുള്ളത് കൊണ്ട് കുറച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി വന്ന ഇതുണ്ടല്ലോ നമ്മുടെ കഞ്ഞിവെള്ളം കൊണ്ട് കളയൊന്നും വേണ്ട. നമുക്കിത് നല്ലൊരു ഹെയറൊക്കെ കഴുകാനൊക്കെ നല്ലതാണ്. അതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ കഞ്ഞിവെള്ളം മുഖമൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടാനും ഒക്കെ നല്ലതാണ്. ചുളിവുകളൊക്കെ മാറാൻ നല്ലതാണ് കഞ്ഞിവെള്ളം. ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ആ കഞ്ഞിവെള്ളവും പനിക്കൂർക്കലയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി ഇട്ട ഒരു മിക്സ് നല്ലപോലെ ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിൽ ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രാവിലെ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് രാത്രിയിൽ യൂസ് ചെയ്യുന്നവരും കാണും. അപ്പോൾ ഞാനിത് രാവിലെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് രാത്രിയിലേക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞ ശേഷം നോക്കും നമ്മുടെ മുടി ഒരു ബ്ലാക്ക് കളറിലേക്ക് നരച്ച മുടിയൊക്കെ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മളത് ഇതൊന്ന് തുറന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഹെന്ന പൗഡറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന മൈലാഞ്ചി ഇല അതുണ്ടെങ്കിൽ അരച്ചിട്ട് അത് ചേർത്താലും മതി. അതില്ലെങ്കിൽ നമ്മുടെ ഹെന്ന പൗഡർ തന്നെ എടുക്കുക. നിങ്ങളുടെ മുടിക്ക് തലയ്ക്ക് ഏതാണ് പിടിക്കുന്നത് അതെടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോഴത്തേക്കും ബെഞ്ചാരാസിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അതാണ് എനിക്ക് മുടിക്ക് നല്ലപോലെ പിടിക്കുന്നത്. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഈ ഒരു കുഴമ്പ് രൂപത്തിൽ വേണം നമുക്ക് ഇതൊന്ന് ചെയ്ത് വെക്കാനായിട്ട്. അല്ലാതെ ഒത്തിരി തിക്കായിട്ടും ഒരുപാട് ലൂസായിട്ട് എടുക്കാൻ പാടില്ല. നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതേ രീതിയിൽ ആ ഒരു കണക്കിനനുസരിച്ച് നമ്മൾ എടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി തിക്കായിട്ട് തോന്നി, കാര്യം ഇത് ഇച്ചിരി ഒന്ന് കൂടെ നല്ലപോലെ ഇത് വരുമ്പോഴത്തെ കുറച്ച് നേരം കൂടെ നമ്മൾ വെക്കുമ്പോൾ ഇച്ചിരി തിക്കായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കോഫി പൗഡർ തേയിലപ്പൊടി ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. തേയിലപ്പൊടി വെള്ളവും വേണ്ട, കാപ്പിപ്പൊടി വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. നമുക്കിത് മാത്രം മതി, കഞ്ഞിവെള്ളം മാത്രം മതി. കഞ്ഞിവെള്ളത്തിന് ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. നിനക്ക് മുടിക്ക് നല്ലതാണ്, മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടി നര മാറാൻ സഹായിക്കുന്നു. അതുപോലെ ഈ താരന്
പിന്നെ മുടി പൊട്ടൽ, മുടിക്കായ ഇതെല്ലാം മാറാൻ വളരെയധികം സഹായിക്കുന്നതാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് ഒന്നും വെച്ചേക്കാം. ഇത് കണ്ടില്ല, ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടൊരു സൂത്രം ചേർത്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീടുകളിൽ കാണും കർപ്പൂരം, പച്ച കർപ്പൂരം നല്ല അങ്ങാടിക്കടയിൽ കിട്ടും കേട്ടോ. അതിൽ ഒരു പീസ് എടുത്ത് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുടിക്ക് നല്ല നരയുള്ള മുടിയാണെങ്കിൽ ആ നര മാറ്റാൻ സഹായിക്കുന്നു, മുടി നല്ലപോലെ കിളുക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മുടി പൊട്ടിപ്പോകൽ അതൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് താരൻ മാറാനും സഹായിക്കുന്നതാണ് ഈ കർപ്പൂരം. അപ്പോൾ ഒരു പകുതി ആണെങ്കിലും അല്ല ചെറിയൊരു കഷ്ണമാണെങ്കിൽ ഒരു പീസ് നിങ്ങൾ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈകുന്നേരമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരമാണ്, ഒരു 7 മണി ആയപ്പോഴാണ് ഞാൻ ഇതെടുത്ത്. അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ആ ഒരു കളർ മാറ്റം വന്നാൽ കണ്ടോ, നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറാണ് നമ്മുടെ വൈറ്റ് മുടിയിലേക്ക് നല്ല കളറായിട്ട് പിടിക്കുന്നത് കേട്ടോ. ആദ്യമേ ഇതൊരു ബ്രൗൺ കളറായിരിക്കും, കാര്യം ഹെന്ന പൗഡർ ചേർത്തിരിക്കുന്ന കാരണം നമ്മുടെ മുടിക്ക് നരച്ച മുടിയിലേക്ക് ബ്രൗൺ കളറായിരിക്കും പിടിക്കുന്നത്. ഇത് കുറച്ച് നേരം കഴിയും തോറും ഡാർക്കിൽ കളറിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നാച്ചുറലായിട്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഡൈയുടെ ഫലം ഇതിൽ കിട്ടത്തില്ല. കാര്യം വെളിയിൽ നിന്ന് നമുക്ക് മേടിക്കുന്ന ആ ഡൈ പെട്ടെന്ന് തേച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് മാറും. അതൊക്കെ കെമിക്കലല്ലേ. ഇതിൽ യാതൊരു കെമിക്കലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഹെയർ ഡൈ ആണിത്. ഇത് നമ്മുടെ തലമുടിക്ക് ശരീരത്തിനും എല്ലാം നല്ലതാണ് ഇത് കേട്ടോ. തലയിൽ അപ്ലൈ ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് കളർ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ മുടി തന്നെയാണ് കാണിക്കുന്നത്. ഒരുപാട് മുടിയൊന്നും നരച്ചിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ട് നരച്ചിരിക്കുന്നത്. നമ്മുടെ നെറ്റിയുടെ സൈഡുകളിലാണെങ്കിൽ നരച്ചിരിക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് രീതിയിലൊന്നും നരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ നരയ്ക്കാതിരിക്കാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ ഇതുപോലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് മുടികളൊന്നും നരയ്ക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ മുടി കിളുക്കാനൊക്കെ സഹായിക്കുന്ന കാരണം ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളതാണ്. ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് തന്നെ നമ്മളുടെ അങ്ങ് ഉപയോഗിച്ച് വരും തോറും നമ്മുടെ മുടി നല്ലപോലെ കട്ട കറുപ്പാകാനും നല്ല സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ മുടി അധികം നരയ്ക്കാത്തത് തന്നെ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഞാൻ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ആ നരച്ച ആ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ തേക്കുന്ന ഒരു ഭാഗമാണ് കൂടുതൽ എനിക്കൊരു നര വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മുടി തല ഫുള്ളും തേക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നരച്ച മുടി ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, ഫുള്ളൊന്നും തേക്കേണ്ട കാര്യമില്ല. നരച്ച മുടി ഫുള്ള് നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളും തലയിൽ തേക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുടി നരച്ചവർക്ക് കുറച്ച് നരച്ച ഭാഗം മാത്രം തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊന്ന് ഫുള്ള് തേച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേ രീതിയിലൊന്നും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ഹെയറൊക്കെ കണ്ടോ, ഈ ഒരു സൈഡിലെല്ലാം എനിക്ക് ഇതുപോലെ ചെറിയ നരകളുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സുകൾ അതുപോലെ ഹെയർ ഡേയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് കഴുകിയിട്ട് കാണിക്കുന്ന റിസൾട്ട് ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, പക്ഷേ എൻ്റെ മുടിയൊക്കെ നല്ല ആദ്യം ഒരു ബ്രൗൺ കളറായിട്ടാണ് വന്നത്. പിന്നെ ചെറിയ രീതിയിൽ ഒരു കളർ മാറ്റം വന്നു, ബ്രൗൺ കളർ മാറി നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.